ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് കുറച്ച് കാലമായിട്ടുണ്ട് നമ്മൾ ചെടിയുടെ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് ബിസി കാര്യങ്ങൾ പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനോട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചെടിക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നമ്മളെ അടീനിയത്തിൻ്റെ വിത്താണ്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കണേ. ഇത് നമ്മൾ കയ്യിൽ ഇത് മുമ്പ് ഒരു 2-3 കട്ടായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ലെവൽ ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ലെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് കോഡക്സ് വലുതാണതിനനുസരിച്ച് നമുക്കൊന്നും കൂടി അടിപൊളിയായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ അടിപൊളിയായിട്ട് വന്ന ചെടികളായിരുന്നു. ഇതെല്ലാം നമ്മൾ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു. അപ്പോൾ ആ ചെടികളൊക്കെ പോയി എന്നുള്ള ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നല്ല അടിപൊളിയാക്കി ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമമായിട്ട് നമുക്ക് ഇതൊക്കെ പാടൊന്ന് തട്ടിക്കഴിച്ച് മണ്ണും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യാനുണ്ട്. എല്ലാ ചെടികളും നമുക്ക് കഴിച്ചെടുത്ത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചില്ലറ പണികളൊന്നുമല്ല, നമ്മൾ രാവിലെ തന്നെ ദിമക്ക് ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഒരു പണികളും നമ്മൾ മെയിൻ ചെയ്യാതെ നമ്മൾ ഈ പണികൾക്കാണ് മെയിൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളുടേതായ കാര്യങ്ങൾക്കും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അതിൻ്റേതായ രീതിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾക്ക് വൈകുന്നേരം ആവോളം എടുത്ത പണികളാണ് ഇതെല്ലാം കേട്ടോ. നമ്മൾ അങ്ങനെ ഫുൾ തട്ടി കഴിച്ചാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, എല്ലാം വലിച്ചിട്ടും വാരിയിട്ടും കിട്ടണില്ല. നമ്മൾ കുറച്ച് എംസാൻഡും മണ്ണും ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ 1 ഇഞ്ച് വലുപ്പമുള്ള ചെടിയായപ്പോൾ നമ്മൾ തൽക്കാലം ഒരു കുഞ്ഞി കവറിൽ അങ്ങോട്ട് വെച്ചതായിരുന്നു. പക്ഷേ അത് ഇതിൻ്റെ അടിക്ക് കൊണ്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ചെടികളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണ മാതിരി നോക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാന്ന് ജസ്റ്റ് ഒന്ന് ടൈമൊന്ന് നമ്മളതിൽ നിന്ന് മൈൻഡ് മാറിയാൽ നമ്മളെ ചെടികളുടെ ഒക്കെ കോലം മാറിയും, അല്ലെങ്കിൽ നമ്മളെ ചെടികളൊക്കെ പോവും കയ്യിൽ നിന്ന്. ചെറിയ കുഞ്ഞി കുട്ടികളെ നോക്കണ പോലെ തന്നെ നമ്മൾ ഓരോ ചെടികളും ഇങ്ങനെ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെടികളെല്ലാം പോവും. കാരണം ഇപ്പം നമ്മളൊരു 1-1.5 മാസം നമ്മളിത് മെയിൻ ചെയ്യാതെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ ചെടിക്കും ഇലയില്ല. ഇനി കുറച്ചും കൂടി നിന്നാൽ ഒന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെടി പോവും. അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിനായിട്ട് ഉഷാറായിട്ട് കോഡക്സൊക്കെ ഇതിൻ്റെ അടിയിൽ കാണുന്നുണ്ട്. കാരണം ഏകദേശം 1 ഇയർ ആയത് മുതലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇത് നമ്മൾ ശേഖരണം തുടങ്ങിയിട്ടുള്ളത്. നമ്മളെ വീട് നിൽക്കുന്ന ഏരിയയിൽ ഫുൾ വെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളധികം പല ഐറ്റം ചെടികളും ഉണ്ട്. നമ്മളൊക്കെ അത് പതുക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ളത് ഒന്ന് ബോഗെയിൻവില്ല, ഒന്ന് ഈ അഡീനിയം കേട്ടോ. ഇതിൽ തന്നെ നമ്മളെ കയ്യിൽ ഒരു വെറൈറ്റിയേ ഉള്ളൂ നമ്മൾ വാങ്ങിയത്. പിന്നെ ഒന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതുണ്ട്. അതിൽ മൊട്ട് വന്നിട്ടുണ്ട്. അതും നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യണില്ല അതും. പക്ഷെ അതേമാതിരി തന്നെ അപ്പം തന്നെ നമ്മളൊരു കട്ടിങ്സിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അത് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ജസ്റ്റൊക്കെ ഒന്നുകൊണ്ട് എല്ലാം കൂടി ഒന്ന് തട്ടി കഴിച്ചിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് പരിപാടികൾ നമ്മളെല്ലാ ഒരു ചട്ടിയിൽ തന്നെ 2-3 ചെടികളൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുഞ്ഞ് തയ്യായപ്പോൾ വെച്ചതായിരുന്നു. നമ്മളെ ഇളക്കുള്ള മണ്ണായിരിക്കണം മെയിനായിട്ട് ഇതിന് വെക്കേണ്ടത്. ചെടിക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കുറച്ച് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് വന്ന ചെടികളാണ് നമ്മളെ കയ്യിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അടീനിയ നമ്മളെ കയ്യിൽ ഒറ്റൊന്നുമില്ലായിരുന്നു. നമ്മൾ ഓരോ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് വിത്തുകളൊക്കെ തരുന്നത്. ആൾക്ക് നമുക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മളൊരു വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുവാണെന്നുള്ള പ്ലാനിങ് ഉണ്ട്. എന്തായാലും എന്തൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നറിയില്ല. ഇന്ന് നമ്മൾ എന്തായാലും ഫുള്ളായിട്ട് ഇത് പണിയെടുത്തിട്ട് എന്ന് ഇതിമെന്ന് എണീക്കുള്ളൂ എന്ന് കരുതിയിട്ടുണ്ടേന്. നമ്മൾ ഇത് തട്ടി വെച്ചിട്ട് ഏകദേശം നമ്മൾ ഈ വീഡിയോ ഇടേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ എഡിറ്റ് ചെയ്യാൻ മടിക്കങ്ങ് വെച്ചത് തന്നെ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാലാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് തന്നെ. ഇത് നമ്മൾ കട്ടിങ്സ് വെച്ചതായിരുന്നു. കട്ടിങ്സ് വെച്ച് കോഡക്സ് വരില്ല എന്ന് പറഞ്ഞേക്കാം. അത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ അടീനിയം ശേഖരണം തുടങ്ങിയത്. കട്ടിങ്സ് ആയിരുന്നു. അതിൽ 2 കട്ടിങ്സും അത് 2 വർഷത്തെ ഇതുണ്ട്. പക്ഷെ അതിന് കോഡക്സ് ഉണ്ടില്ലേ, ചെറുതായിട്ടിങ്ങനെ വരുന്നേ ഉള്ളൂ. 2 കട്ടിങ്സും കമ്പ് നമ്മളെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ട് വെച്ചതായിരുന്നു. ഇത് ഗ്രാഫ്റ്റ് ചെയ്താണെന്ന് ഒന്ന് നമ്മൾ ഫസ്റ്റ് ടൈം പരീക്ഷണമല്ലേ, അപ്പോൾ ഇതിന്മേൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നടത്തിയതാണ്. എന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ അന്ന് വിജയിച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ കോഡക്സ് വന്നിട്ടുണ്ട്. ഇത് 1 ഇയർ ആയിട്ടില്ല നമ്മളിത് വെച്ചിട്ട്. ഇതിൽ 2-3 എണ്ണത്തിൻ്റെയൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ടേനു, ഫ്ലവർ വരാനുണ്ടേനു. നമ്മളൊരു കൈൻ്റെ അടിക്കിനോട് വലുപ്പത്തിൽ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല പോണം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിനായിട്ട് ഉഷാറായിട്ട് വരേണ്ടതായിരുന്നു. നമ്മൾ വലിയ മെയിൻറ്റും കൊടുത്തില്ല. ഇതൊക്കെ ഒന്നുണ്ട് നല്ല സെറ്റാക്കാനുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വളമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണില്ല. വെറും മണ്ണ്, എംസാൻഡ്, നല്ല തരിയുള്ള മണ്ണാണ് കേട്ടോ. നല്ല പൊടിയുള്ള മണ്ണുണ്ട്. എല്ലാം കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ളത്. നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നമ്മളിത് കൊണ്ടുവച്ചിട്ടുണ്ട്. തൊട്ടടുത്തല്ലേ, വീട്ടിൽ നിന്നല്ല, വീട്ടിൽ തൊടുവിലാണ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ചീച്ചിൽ വന്നിട്ട് വേര് വന്നതുകൊണ്ട്
കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടാണ്ട് ഫുള്ള് പറിച്ചെടുത്തപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു മനസ്സമാധാനം. ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കാനൊന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കണോ, കഴുകിയിട്ട് ഇതേമാതിരിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്തിടണേ. എല്ലാതും റീപോർട്ടിങ്ങനെ ചെയ്ത്, കാരണം ഓരോ ചട്ടി തന്നെ 2-3 ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ അങ്ങനെ റീപോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. ഒറ്റ ചട്ടിയിലാകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വളമൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുത്താലും മതി. നമ്മളൊരു ചട്ടി തന്നെ 2-3 അങ്ങനെ കിട്ടിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി തട്ടി വെച്ചെടുത്തിട്ടാണ് വടക്കെ ഉണ്ട് കുഞ്ഞിത്. ഇതെല്ലാം കൂടി ഇത് കവറിലിടാറില്ല. ചെറിയ കുഞ്ഞു ഇതാണ് നമ്മൾ ഒറ്റ ഗ്രോ ബാഗിലൊക്കെ വെക്കാനാണ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഗ്രോ ബാഗ് ചെറിയ ഗ്രോ ബാഗ് ഉണ്ട്, പക്ഷെ അതിലൊക്കെ നമ്മൾ മണ്ണ് നിറക്കാൻ അതിന് മാത്രമുള്ള മണ്ണുകളൊന്നും ഇപ്പോൾ നമ്മൾ ശേഖരിച്ചിട്ടില്ല. കല്ലില്ലാത്ത മണ്ണുകളും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കല്ലില്ലാത്ത ചെറിയ നല്ല തരിമണ്ണും എംസാൻ്റെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണം. എന്നൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് പൊന്തിച്ച് വെക്കണം. ഇനി അതുപോലെയല്ല വെക്കേണ്ടത്, അത് നമുക്ക് ഒന്നും കൂടി ഈ വൈറ്റ് ഭാഗം കണ്ട് ഗ്രീൻ ഒന്നും കൂടി മണ്ണിൻ്റെ മുകൾക്ക് പൊന്തിച്ച് വെക്കണം. വൈറ്റ് ഭാഗം ചെറിയ അടിഭാഗം മാത്രമായിട്ട് അടിക്ക് വെച്ചാൽ മാത്രം മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കുറച്ച് വേരുകളൊന്ന് കട്ട് ചെയ്യാണ്ട്, ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഇരിക്കുന്ന വേരുകൾ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാത്തിൻ്റെ വേരുകൾ കട്ട് ചെയ്യണമില്ല. ചിലതൊക്കെ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേരൊന്നും കട്ട് ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ഒരു മോഡലാക്കാനുള്ള ഒരു ചെറിയ പ്ലാൻ ഇടുന്നതിന് പൈസക്ക് ചിലവില്ലല്ലോ. പിന്നെ ചിലവരൊക്കെ തന്നെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാന്ന്. നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് നമ്മൾ അറിയുന്ന ആൾക്കാരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വീഡിയോ എടുക്കുന്നത് നല്ലൊരു ഇതിലല്ല എന്നൊക്കെ. നമ്മൾ ചെറിയ കുഞ്ഞു ഒരു രൂപ ചിലവില്ലാത്ത പരിപാടിയാണ് നമ്മളിതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നല്ല അടിപൊളിയാക്കി സ്ഥലം സെറ്റാക്കിയൊക്കെ പൈസയൊക്കെ ചിലവിലൊക്കെ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഇത് ഒരു രൂപ ചിലവില്ലാത്തതാണ് നമ്മൾ ഈ റീപോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാഫ് മസ്റ്റാണ് വേണം. നമ്മൾ അടീനിയത്തിനൊക്കെ വേരുകൾ എന്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ, കാരണം അടീനിയം നല്ലതായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇതുവരെ നമ്മൾ സാഫ് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം സാഫ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. ഇത് ബ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ സാഫ് ആവശ്യമുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേരിങ്ങനെ കുറച്ച് അടിഭാഗമൊന്നുമില്ല, മേലിലിങ്ങനെ കാണുന്ന മണ്ണിനോട് പൊന്തിച്ച് നിർത്താനുള്ള അവിടുത്തെ വേരുകൾ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. അതും എല്ലാത്തിൻ്റെ എടുത്തിട്ടൊന്നുമില്ല, പൊന്തിച്ച് നിർത്താനുള്ളതിൻ്റെ കുറച്ച് ഭാഗത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് മുമ്പ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തല്ലോ ജസ്റ്റ് ഒന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കാം. ഇതിൻ്റെ ബാക്കിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ല, ഇതൊക്കെ നമ്മളതിന് വെട്ടിയെടുത്ത വേരുകളൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്നൊന്ന് വേരൊക്കെ ഒന്ന് വെയിലത്തിട്ടതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയെടുത്തതിന് ശേഷം ഇതൊന്നും നമ്മൾ ഇതായിക്കണില്ല, വേരൊന്നും കട്ട് ചെയ്യണില്ല, അത് അതുപോലെ വെക്കണേ. ഇനി ഇതിൻ്റെയൊക്കെ പല വെറൈറ്റികളുണ്ട്. നമുക്കിതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മളെ ഫ്രണ്ട്സുകൾ ആരെ കയ്യിലെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ളവർക്കും കൊടുത്ത് പോലെ കയ്യിലുള്ളത് നമുക്ക് കൊടുക്കണം. അതിനുള്ള വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ വൈറ്റ് ഭാഗം ഒന്നും കൂടി പൊന്തിച്ച് ഗ്രീൻ ഭാഗമാണ് നമ്മളത് മുമ്പ് മുകളിലുണ്ടായിട്ട്. ഇനി ഇവിടെ ഇങ്ങനെ അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും മണ്ണ് വെച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നല്ലാണ്ട് എല്ലാതൊന്നും നമുക്ക് പോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടായിട്ടുണ്ട്. 4 മണി 5 മണി ആവോളത്തിനാണ് നമ്മളിന്ന് പണി ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് മെനക്കെട്ടിരുന്നുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ തീർക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇതിമേ തന്നെ ഇരുന്നത്. ഈ നല്ല വെയിലുള്ളവർക്ക് മെയിനായിട്ട് നമ്മൾ ഇലച്ചെടികളൊന്നും വളർത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഇവിടെ ഏരിയയിലൊന്നും ഇലച്ചെടികളൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയ്ക്ക് വെയിലുള്ള സ്ഥലങ്ങളാണ്. അതാണ് നമ്മൾ ബൊഗൈൻവില്ല നമുക്കും അടീനിയത്തും നമ്മൾ ജസ്റ്റ് കുറച്ച് മുമ്പ് നമ്മൾ തറവാട് വീട് വേറെ കുറച്ച് നല്ല തണലുള്ള ഏരിയയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ചെടികളും ഇതാക്കിയിരുന്നു. പക്ഷെ അവിടെ ബൊഗൈൻവില്ല ഉണ്ടാവില്ല, അതുകൊണ്ട് അത് നോക്കലില്ലായിരുന്നു. ഇപ്പം നമുക്കെല്ലാം ഈ ബൊഗൈൻവില്ല അടീനി മാത്രമേ നടക്കുള്ളൂ. എല്ലാം നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട്. നന്നാക്കിയൊന്ന് നനച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇതാക്കാൻ വെക്കണം. പിന്നെ ആ വെള്ളമൊക്കെ ഊറിയിട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളമൊക്കെ വറ്റിയെന്ന് കണ്ടതിന് ശേഷം മാത്രം. എല്ലാം നമ്മളതുപോലെയാണ് പോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചില ചെടിയിൽ മുട്ടുകളും ഉണ്ട്. മുട്ടുകളിലൊന്നും നമ്മൾ നനക്കാതെ വെച്ചിട്ട് തന്നെയാണ് ഒന്നും ഇതാക്കിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.